നമസ്കാരം, KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. 3 വയസ്സുകാരൻ അച്ഛൻ കഴുത്തു ഞെരിച്ചു കൊന്നു. സംഭവം പാണത്തൂർ മൈലാട്ടിയിൽ. കേന്ദ്ര സർവകലാശാലയിൽ ഹോസ്റ്റൽ സൗകര്യമില്ല. സർവകലാശാലയ്ക്ക് മുന്നിൽ വിദ്യാർത്ഥിനികളുടെ കുത്തിയിരിപ്പ് സമരം. വൈദ്യുതി നിയമ ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധം ശക്തം. തൊഴിലാളികളും ഉദ്യോഗസ്ഥരും പണിമുടക്കിലേക്ക്. മരണക്കുഴിയൊരുക്കി ദേശീയപാത. വാഹനാപകടങ്ങളിൽ നിരവധി പേർക്ക് പരിക്ക്. സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ പ്രതിഷേധം ശക്തം. പുരുഷന്മാർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ജനമിത്രം ജനകീയ വേദി ഹൈക്കോടതിയിലേക്ക്. വിശദമായ വാർത്തകളിലേക്ക്. നെഞ്ചു പിളർക്കുന്ന കൊടും ക്രൂരത. 3 വയസ്സുകാരനെ പിതാവ് കഴുത്ത് ഞെരിച്ചു കൊന്നു. നാടിന് നടുക്കിയ സംഭവം അരങ്ങേറിയത് പാണത്തൂർ മൈലാട്ടിയിൽ. പിതാവ് 3 വയസ്സുകാരനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. ചൊവ്വാഴ്ച രാത്രി പാണത്തൂർ മൈലാട്ടിയിലാണ് നാടിന് നടുക്കിയ സംഭവം നടന്നത്. മൈലാട്ടിയിലെ രാഹുലാണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് അച്ഛൻ രാജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാത്രി വീട്ടിലെത്തിയ രാജു മാനസിക വിഭ്രാന്തിയിലാണ് കുഞ്ഞിനെ കൊന്നതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. രാജുവിൻ്റെ അമ്മ ഏതാനും മാസം മുമ്പാണ് മരിച്ചത്. രണ്ടാമത്തെ ഭാര്യ പത്മിനി ഇയാളെ പേടിച്ച് തൊട്ടടുത്ത വീട്ടിൽ അഭയം തേടുകയായിരുന്നു. ഈ സമയം രാജു രാഹുലിനെ പിടിച്ചുവെച്ചു. ചിരവ കൊണ്ട് കഴുത്തിന് കുത്തിയും കഴുത്ത് ഞെരിച്ചും കൊന്നതായി പോലീസ് പറഞ്ഞു. അയൽവാസികൾ പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പാണത്തൂർ ഏട് പോസ്റ്റിലുള്ള പോലീസ് എത്തി കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹം ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർവകലാശാലയിൽ ഹോസ്റ്റൽ സൗകര്യമില്ല. കുത്തിയിരിപ്പ് സമരവുമായി പെൺകുട്ടികൾ. നായന്മാർമൂലയിലെ കേന്ദ്ര സർവകലാശാലയ്ക്ക് മുന്നിലായിരുന്നു പ്രതിഷേധ സമരം. കേന്ദ്ര സർവകലാശാലയിൽ ആവശ്യമായ ഹോസ്റ്റൽ സൗകര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് നായന്മാർമൂലയിലെ പഠന കേന്ദ്രത്തിന് മുൻപിൽ പെൺകുട്ടികൾ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് തുടങ്ങിയ സമരം രാത്രി 10 മണിയോടെ അധികൃതരുടെ ഉറപ്പിനെ തുടർന്നാണ് പിൻവലിച്ചത്. ഹോസ്റ്റൽ സൗകര്യം ഉണ്ടായിരുന്ന ചെർക്കളയിലെ ഹോസ്റ്റൽ അടച്ചുപൂട്ടുകയും അവിടെയുണ്ടായിരുന്ന കുട്ടികളെ കൂടി ബോവിക്കാനത്തെ ഹോസ്റ്റലിലേക്ക് മാറ്റുകയും ചെയ്തതോടെ കുട്ടികൾക്ക് ദുരിതമേറി. കിടക്കാനും പഠിക്കാനും സൗകര്യമില്ലാത്തതു കാരണം കുട്ടികൾ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയിരുന്നെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അതിന്റെ പശ്ചാത്തലത്തിലാണ് കുട്ടികൾ സമരത്തിലിറങ്ങിയത്. ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതൽ കുട്ടികൾ അവിടെ നിൽക്കുമ്പോൾ പല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായി. താമസിക്കാനായിട്ടും അവിടെ ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും അവിടെ അത്രയും കപ്പാസിറ്റി ഇല്ല ഹോസ്റ്റലിൽ. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ നിലവിലൊരു ഹോസ്റ്റൽ വേക്കൻ്റ് ആയിട്ട് കിടക്കുമ്പോൾ ഇങ്ങനെ ഒരു കുട്ടികൾ സഫർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഒരുപാട് കുട്ടികൾ അക്കോമഡേഷൻ കിട്ടാതെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾക്ക് പിന്തുണയുമായി രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ എത്തിയിരുന്നു. വൈദ്യുതി നിയമ ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധം. വൈദ്യുതി തൊഴിലാളികളും ഓഫീസർമാരും പണിമുടക്കിലേക്ക്. വൈദ്യുതി നിയമ ഭേദഗതി ബിൽ പാസായാൽ ഈ മേഖല കുത്തക ഭീകരന്മാരുടെ കയ്യിലാകുമെന്ന് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി വി ലക്ഷ്മണൻ പറഞ്ഞു. പണിമുടക്കിന്റെ മുന്നോടിയായി കാഞ്ഞങ്ങാട് നടന്ന ധർണയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് രാജ്യസഭ 2 പ്രാവശ്യം തടസ്സപ്പെട്ടു. ഇന്നലെ 26ാമത് ലേബർ കമ്മീഷൻ കോൺഫറൻസ് ഡൽഹിയിൽ വെച്ച് വിളിച്ചു ചേർന്നപ്പോൾ ഇവിടുത്തെ പ്രമുഖ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ നേതാക്കന്മാർ, BMS, AITC, INTUC, CIT പോലുള്ള സംഘടനകളുടെ പ്രതിനിധികൾ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ബില്ലിനെതിരെ രാജ്യവ്യാപകമായി പ്രക്ഷോഭം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനത്തിൽ നടന്ന ധർണയിൽ നിരവധി പേർ പങ്കെടുത്തു. മഹേഷ് കരിമ്പിൽ അധ്യക്ഷനായി. PV മധുസൂദനൻ, പീറ്റർ സിറിയക്, സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. മരണക്കിണിയൊരുക്കി റോഡ്. പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ദേശീയപാതയിൽ അപകടം പതിവാക്കുന്നു. വാഹനാപകടങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. കനത്ത മഴയെ തുടർന്ന് ജില്ലയിലെ റോഡുകൾ താറുമാറായി. യാത്രാ ദുരിതം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. ദേശീയപാതയിൽ പലയിടത്തും വാഹനാപകടങ്ങൾ കൂടി വരികയാണ്. കുഴി വെട്ടിച്ച് യാത്ര ചെയ്യാൻ ശ്രമിക്കുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി. കുണ്ടുകളും കുഴികളും കൊണ്ട് റോഡ് നിറഞ്ഞു. പലയിടത്തും വാഹനങ്ങൾ റോഡിൽ തന്നെ കിടക്കുന്നത് കാരണം മറ്റ് വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ടി വരുന്നു. എന്തായാലും ദേശീയപാതയിൽ അപകടങ്ങൾ പതിയായിരിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതുണ്ട്. മഞ്ചേശ്വരം കറോട ദേശീയപാതയിൽ യാത്ര ദുസ്സഹം. കൺസ്യൂമർ വേദി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. മഞ്ചേശ്വരം കറോട ദേശീയപാതയ്ക്ക് സമീപത്ത് ഇരുഭാഗത്തും വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ യാത്രക്കാർക്ക് ഇത് വളരെയേറെ പ്രയാസമുണ്ടാക്കുന്നു. ഈ പ്രദേശങ്ങളിൽ അപകടങ്ങൾ ഏറി വരികയാണ്.
ഇതിന് പരിഹാരമുണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി മഞ്ചേശ്വരം കൺസ്യൂമർ വേദി മുഖ്യമന്ത്രിയുടെ സുതാര്യ കേരളത്തേക്ക് പരാതി കൊടുത്തിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓഫീസ് അതോറിറ്റി ഉദ്യോഗസ്ഥൻ ശ്രീകൃഷ്ണ ഈ പ്രദേശത്തിൻ്റെ സ്കെച്ച് എടുക്കുകയുണ്ടായി. എത്രയും പെട്ടെന്ന് ഈ പ്രദേശത്ത് കോൺക്രീറ്റ് ഓവുചാൽ നിർമ്മിച്ച് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മഴ വരുമ്പോൾ ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്നു. ഇപ്പോൾ ഇവിടെ ഉള്ള 5-6 വീട്ടുകാർക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതൊരു 5-6 കൊല്ലമായിട്ട് ഞാൻ ഇതിൻ്റെ പുറകെ പരാതി പറഞ്ഞിട്ട് സുതാര്യ കേരളത്തിലും മറ്റും എല്ലാ ഓഫീസിലേക്കും പരാതി പറഞ്ഞിന്. കൺസ്യൂമർ സൊസൈറ്റിൻ്റെ വകയിൽ ഞാൻ പരാതിപ്പെട്ടിന്. ആ പരാതിപ്പെട്ടാൽ 2-3 പ്രാവശ്യം വന്നിട്ട് ഇവിടെ നോക്കിപ്പോയി. നോക്കുന്ന പരാതിക്ക് സ്വീകരിക്കുന്ന വരാം എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷേ ഇതുവരെ ആരും ഒന്നും ചെയ്തിട്ടില്ല. ഈ കൊല്ലം വീണ്ടും ഞാൻ പരാതി പറഞ്ഞു സുതാര്യ കേരളത്തിൽ. അങ്ങനെയാണ് ഇപ്പോൾ ഇവർ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ ജനമിത്രം ജനകീയ വേദിയുടെ പ്രതിഷേധം. അന്യായമായ വിധിയിലൂടെ പീഡനം നേരിടുന്ന പുരുഷന്മാർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ആഗസ്റ്റ് 5-ന് ഹൈക്കോടതിക്ക് മുന്നിൽ ധർണാ സമരം നടത്തുമെന്ന് നേതാക്കൾ അറിയിച്ചു. ഭരണഘടന വാഗ്ദാനം ചെയ്ത തുല്യനീതി നടപ്പിലാക്കുക, പുരുഷ പീഡനങ്ങൾക്കെതിരെ നിയമനിർമ്മാണം നടത്തുക, ഗാർഹിക നിയമങ്ങൾ ഭേദഗതി ചെയ്യുക തുടങ്ങിയ 17 ആവശ്യങ്ങളാണ് ജനമിത്രം ജനകീയ വേദി ഉന്നയിക്കുന്നത്. കുടുംബ കോടതികളിൽ നിന്നും അഭിഭാഷകരെ ഒഴിവാക്കുക, കുടുംബ കോടതികളെ കുറിച്ചുള്ള പരാതികൾ ഹൈക്കോടതി അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ജനമിത്രം ജനകീയ വേദി പ്രവർത്തകർ ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ കുടുംബ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കുടുംബ കോടതികളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ കുടുംബ കോടതി കൊണ്ട് കേരളത്തിലെ എത്ര കുടുംബങ്ങൾ നന്നായി എന്ന് ഒരു പരിശോധന നടത്തിയാൽ നമ്മൾക്ക് കിട്ടാൻ പോകുന്ന വിവരം വളരെ മോശമായിട്ടുള്ളതാണ്. ഇവിടെ കുടുംബ കോടതി കൊണ്ട് വക്കീലന്മാർക്കും ജഡ്ജിമാർക്കും ഒക്കെ അതിൽ നേട്ടങ്ങളുണ്ട്. പക്ഷേ ജഡ്ജിമാരെ കുറിച്ചുള്ള ആരോപണങ്ങൾ തെളിയിക്കാൻ നമുക്ക് പലപ്പോഴും കഴിയാതെ വരുന്നു. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് MA ഇബ്രാഹിം റാവുത്തർ, KM രവീന്ദ്രൻ, VV വിദ്യാനന്ദൻ, നിലാധരൻ, ജാഫർ കാഞ്ഞിരായിൽ, M രാമചന്ദ്രൻ, ഷൈമോൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ അർദ്ധവാർഷിക സമ്മേളനം നടന്നു. മഹാകവി P സ്മാരക മന്ദിരത്തിലായിരുന്നു പരിപാടി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാ അർദ്ധവാർഷിക സമ്മേളനവും എൻഡോമെന്റ് വിതരണവും കാഞ്ഞങ്ങാട് നടന്നു. മഹാകവി P സ്മാരക മന്ദിരത്തിൽ നടന്ന സമ്മേളനം അബ്ദുൾ ഖാദർ മുണ്ടോൾ എഞ്ചിനീയർ ഉദ്ഘാടനം ചെയ്തു. AKPA ജില്ലാ പ്രസിഡന്റ് ചന്ദ്രൻ വെടിക്കുന്ന് അധ്യക്ഷനായി. KC അബ്രഹാം, അരീഷ് പാലക്കുന്ന്, ശ്രീജിത്ത് നീലായി, K സുധീർ തുടങ്ങിയവർ സംസാരിച്ചു. ഇത്രയേറെ വർഷങ്ങൾ പിന്നിട്ട് കേരളത്തിൽ 20,000-ഓളം വരുന്ന ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി മേഖലയിൽ തൊഴിലെടുക്കുന്നവരും അവരെ അനുബന്ധിച്ച് കഴിയുന്ന ലക്ഷക്കണക്കിന് കുടുംബാംഗങ്ങളുടെയും ഉന്നതിക്കും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വർണ്ണവ്യത്യാസമോ ജാതി വ്യത്യാസമോ ഒന്നുമില്ലാതെ AKPA എന്ന് പറയുന്ന ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഒരൊറ്റ ശുഭ്രപതാകയ്ക്ക് കീഴിൽ അണിചേർന്നുകൊണ്ട് 31 വർഷങ്ങൾ പിന്നിടുന്നു. വികസന സ്വപ്നങ്ങൾ പങ്കുവച്ച് മടിക്കൈ പഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഓഫീസ് പരിസരത്തായിരുന്നു പരിപാടി. മടിക്കൈ പഞ്ചായത്തിൽ 2015 മുതൽ 2025 വരെ പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങളാണ് സെമിനാറിൽ ചർച്ച ചെയ്തത്. 20 വർഷക്കാലം പഞ്ചായത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ സെമിനാറിൽ അവലോകനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. കോർഡിനേറ്റർ പ്രൊഫസർ V കുട്ട്യൻ പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S പ്രീത അധ്യക്ഷയായി. കില ഫാക്കൽറ്റി അംഗം KV ഗോവിന്ദൻ ക്ലാസ് എടുത്തു. അത് ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ടാണ് അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ കേരളത്തിൽ ഈ അധികാര വികേന്ദ്രീകരണം ഈ നടപ്പിലാക്കാൻ വേണ്ടി കഴിയണമെങ്കിൽ അതിന് കൃത്യമായി ആ വിഭാഗം പഞ്ചായത്തുകൾക്ക്, മുനിസിപ്പാലിറ്റികൾക്ക്, കോർപ്പറേഷന് ഒക്കെ അവർക്ക് അധികാരം മാത്രം പോരാ, അത് നിർവഹിക്കാൻ ആവശ്യമായിട്ടുള്ള ഫണ്ടുകളും അതോടൊപ്പം തന്നെ അതിനാവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പങ്കാളിത്തം അതിന്റെ ഭാഗമായിട്ടുണ്ടാകണം. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K സുജാത, KV ഷൈമ, P സത്യ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് M രാജൻ, ബംഗളം കുഞ്ഞികൃഷ്ണൻ, പപ്പൻ കുട്ടമത്ത്, രജിത, ബാബുരാജ്, MP അശോക് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സന്മയി പ്രധാന വാർത്തകൾ വീണ്ടും. 3 വയസ്സുകാരന് അച്ഛൻ കഴുത്ത് ഞെരിച്ചു കൊന്നു. സംഭവം പാണത്തൂർ മൈലാട്ടിയിൽ. കേന്ദ്ര സർവകലാശാലയിൽ ഹോസ്റ്റൽ സൗകര്യമില്ല. സർവകലാശാലയ്ക്ക് മുന്നിൽ വിദ്യാർത്ഥിനികളുടെ കുത്തിയിരിപ്പ് സമരം.
വൈദ്യുതി നിയമ ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധം ശക്തം. തൊഴിലാളികളും ഉദ്യോഗസ്ഥരും പണിമുടക്കിലേക്ക്. മരണക്കുഴിയൊരുക്കി ദേശീയപാത. വാഹനാപകടങ്ങളിൽ നിരവധി പേർക്ക് പരിക്ക്. സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ പ്രതിഷേധം ശക്തം. പുരുഷന്മാർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ജനമിത്രം ജനകീയ വേദി ഹൈക്കോടതിയിലേക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.